സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാ വിഷയമായി മാറാറുള്ള ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. കോവിഡ് കാലത്ത് റാൻഡം ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ പങ്കിട്ടാണ് ദിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. താഴെ കുടുംബ സംഘമായതുകൊണ്ടും അന്ന് യൂട്യൂബേഴ്സ് കുറവായിരുന്നാലും ചാനൽ വളരെ പെട്ടെന്ന് ക്ലിക്കായി. 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിനും മില്യൺ കണക്കിന് വ്യൂസും നേടി. ലൈഫ് സ്റ്റൈൽ വ്ലോഗുകളും ട്രാവൽ, കുക്കിംഗ് തുടങ്ങിയവയാണ് ദിയയുടെ വ്ലോഗുകളിൽ പ്രധാനമായും കണ്ടന്റായി വരാറുള്ള ഘടകങ്ങൾ. ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത് ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്കാണ്. 80 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ആ വ്ലോഗ് കണ്ടു കഴിഞ്ഞു. കൃഷ്ണ സിസ്റ്റേഴ്സിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ദിയ പങ്കുവെക്കുന്ന വ്ലോഗുകളാണ് പലപ്പോഴും വൈറലായുള്ളതും വിവാദങ്ങൾക്ക് വഴിവെക്കാറുള്ളതും. അടുത്തിടെ പങ്കുവച്ച വ്ലോഗിലെ ഒരു ഭാഗം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ചയായിരുന്നു. കരിയറിലെ ചിക്കൻ കാൽ ചോദിച്ച മരുമകൻ അശ്വിൻ സിന്ധു കൃഷ്ണ അത് നിഷേധിച്ചുവാണ് കാരണം. വലിയ കുട്ടികൾ ചിക്കൻ കാൽ കഴിക്കേണ്ടെന്ന കമന്റാണ് അശ്വിനോട് സിന്ധു പറഞ്ഞത്. മക്കൾക്ക് വേണ്ടി മരുമകനെ അവഗണിച്ചു എന്ന തരത്തിലായിരുന്നു സിന്ധുവിനെതിരെ വന്ന വിമർശനം. കഴിഞ്ഞ ശേഷം സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറാനാണ് ഇരുവരുടെയും പ്ലാൻ. ചിക്കൻ കാൽ വിവാദം വന്നതോടെ ഇപ്പോൾ റെഡിറ്റിൽ ചർച്ചയാകുന്നത് അശ്വിൻ്റെ ജോലിയും ശമ്പളവുമെല്ലാമാണ്. തീർത്തും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ് ദിയയും അശ്വിൻ ഗണേശും. ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തിയപ്പോൾ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മകളെ ഒരു മിഡിൽ ക്ലാസ് പയ്യന് കെട്ടിച്ചു കൊടുത്തു എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പോഴും മിഡിൽ ക്ലാസ് പയ്യൻ എന്ന ടാഗിൽ തന്നെയാണ് താരപുത്രിയുടെ ഫോളോവേഴ്സ് അശ്വിനെ ട്രീറ്റ് ചെയ്യുന്നത്. റെഡിറ്റിലെ ചർച്ചയുടെ ഭാഗമായി വന്ന കമന്റുകളും അത് വ്യക്തമാണ്. IT മേഖലയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത്. ആക്സെൻഡർ എന്നാണ് കമ്പനിയുടെ പേരെന്നാണ് റെഡിറ്റിലെ കമന്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിരളമായി മാത്രമേ അശ്വിൻ ഓഫീസിൽ പോയി ജോലി ചെയ്യാറുള്ളൂ. ഭൂരിഭാഗം സമയം വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ദിയയുടെ ചാനൽ ഫോളോ ആക്ക് ചെയ്യുന്നവർക്കറിയാം അശ്വിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ലാപ്ടോപ്പ് മാറി എന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും ദിയയ്ക്കൊപ്പം ട്രിപ്പ് പോകുമ്പോഴും മകനെ പാടി ഉറക്കുമ്പോൾ പോലും അശ്വിനൊപ്പം ലാപ്ടോപ്പ് കാണാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ആളുകൾ ഇത്തരത്തിൽ ലാപ്ടോപ്പുമായി കറങ്ങി നടക്കുന്നവരാണോ എന്ന ഒരാളുടെ ചോദ്യത്തിൽ നിന്നാണ് റെഡിറ്റിൻ്റെ ചർച്ചയുടെ തുടക്കം. US ബേസ്ഡ് കമ്പനിയിൽ ഉയർന്ന ശമ്പളയിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാണ് ദിയ അശ്വിനെ ആദ്യമായി വ്ലോഗിൽ പരിചയപ്പെടുത്തിയത്. പക്ഷേ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അശ്വിൻ ആൻസിസ്റ്ററിലെ ലെവൽ 11 എംപ്ലോയാണ്. ജോലി ചെയ്യുന്ന രീതിയും സമർപ്പണമില്ലാത്ത പെരുമാറ്റവും കണക്കിലെടുക്കുമ്പോൾ 50,000-ൽ താഴെയായിരിക്കും അശ്വിൻ ശമ്പളം. പിന്നെ എന്തുകൊണ്ട് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് അശ്വിനെ ദിയ പരിചയപ്പെടുത്തിയെന്നറിയില്ല. സഹോദരൻ വഴിയാണ് ജോലിയിൽ കയറിയതെന്നും അറിയാൻ കഴിഞ്ഞുവെന്ന് ചിലർ കുറിച്ചു. ഒരു കമ്പനിയിൽ ജീവനക്കാരായിരിക്കെ ലാപ്ടോപ്പുമായി വിദേശയാത്രകൾ അശ്വിൻ എങ്ങനെ നടത്തുന്നുവെന്ന സംശയം ചിലർ പങ്കുവച്ചു. പൊതുവെ ഇത്തരം കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടിയും ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ പ്രത്യേക അനുമതി വാങ്ങി ലീവ് എടുക്കണമെന്നത്രേ. എന്നാൽ അശ്വിൻ അതൊന്നും ചെയ്യാറുണ്ടെന്ന് ലാഘവത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നില്ലെന്നും കമന്റുകളുണ്ട്. കരിയറിനെ കുറിച്ച് ശരിക്കും ഗൗരവമുള്ള ആളുകൾ ആൻസിസ്റ്റർ പോലുള്ള കമ്പനിയിൽ അധികകാലം തുടരില്ലെന്നും ഡെവലപ്പറായിട്ടല്ല ടെസ്റ്ററായിട്ടാണ് അശ്വിൻ ജോലി ചെയ്യുന്നതെന്നും ചിലർ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.